ചൂണ്ടക്കാരാ, നാണമില്ലല്ലോ ഇങ്ങനെ ഇരുന്ന് ചൂണ്ടയിടാൻ. വല്ലവനും കണ്ടാൽ എന്തു കുറച്ചില്ല. ആ കണിയാരുടെ ചൂണ്ടയാ, ഇതുവഴി വന്നപ്പോ ഒരു രസത്തിന് വാങ്ങിയിട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് മീൻ വല്ലതും കിട്ടിയോ? ഒരു പെൺമീൻ കിടന്ന് കറങ്ങുന്നുണ്ട്, പക്ഷെ അതിന് കൊത്താൻ വലിയ മടി. ചൂണ്ടയാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. എന്നാലും പെണ്ണല്ലേ, എപ്പോഴെങ്കിലും കൊത്താതിരിക്കുമോ? അത് ചൂണ്ടക്കാരന്റെ ക്ഷമ പോലെ ഇരിക്കും. ക്ഷമ വളരെ കുറവാണ്, അതുകൊണ്ട് ചൂണ്ടയിടൽ നിർത്തിയിരിക്കുന്നു. വേണ്ട വേണ്ട, ഞാൻ പോയേക്കാം. ജാനു, നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. ഞാൻ അന്നാളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നോട് പരിഭവിക്കരുത്. ഒരിക്കലുമില്ല. നിന്റെ അന്നത്തെ തന്റെ ഇടമാണ് എന്നെ കിറുക്ക് പിടിപ്പിച്ചത്. വാസ്തവത്തിൽ നിന്നെ നകലാൻ കഴിയാത്ത വണ്ണം നീ എന്നെ കുരുക്കിക്കളഞ്ഞു. ഞങ്ങൾ പാവങ്ങളാണ്. സ്വത്തും കുടുംബ മഹാത്മ്യവും ഒന്നും ഞങ്ങൾക്കില്ല. ഞാൻ ജാനുവിനെയാണ് സ്നേഹിക്കുന്നത്. സ്വത്തും കുടുംബവും എനിക്ക് പ്രശ്നമല്ല. ജാനു എന്നും എന്റേതായിരുന്നാൽ മാത്രം മതി. ലോകത്തിൽ വെച്ച് ഏറ്റവും വലുത് എനിക്ക് എന്റെ അച്ഛനാണ്. അദ്ദേഹം അനുവദിക്കുമെങ്കിൽ മതി. ജാനു, അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതെന്താണ്? പ്രസാദം. അയ്യോ, എന്തായി കാണിക്കുന്നത്? വല്ലവരും കണ്ടാൽ ഈ ലോകം കാണുക നിന്റെ നെറ്റിയിൽ കുതുടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കുഞ്ഞെ കൊത്തിയോ? ഞാൻ പോകുന്നു. ഇതേതാ കുഞ്ഞെ പുതിയ മീന്? താൻ പോടോ അവിടെ നിന്ന്. ചിങ്ങൻ രാശി നോക്കിയാ ഗമനം ശുഭശീക്രം ചിങ്ങം. കളിയാർക്കുള്ളത് കൊണ്ട് നേരത്തേക്ക് തരണം. തന്റെ നാവ് ചുമ്മാ കിടക്കല്ലേ? കുഞ്ഞു ചൂണ്ടേന്തിയേ അവിടെ ഉണ്ട്.